ഹായ് ഡിയേഴ്സ്, എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ സെമി മൊഡാൾ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഡിസൈനാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാറ്റലോഗാണ് ഇതിൽ കാണാൻ പോവുക. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്റ്റൈലാണ്. ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ് വരുന്നത്. 4 കളർ ഷെയ്ഡ്സിലാണ് ഇതും വന്നിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ്റെ ടോൺ ഉണ്ട്, അടുത്ത് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ്റെ ഷെയ്ഡ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സെമൻ ഗ്രേ ടോൺ വരും. ഇതൊരു ഡാർക്ക് ഒരു ക്യാരറ്റ് ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. അപ്പോൾ 4 കളർ ഷെയ്ഡ്സിലാണ്. സെമി മൊഡാൽ ഫാബ്രിക്കിലാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും സെമി മൊഡാലിൽ തന്നെ ഇതേപോലെ ട്രെൻഡി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ വരും. വളരെ ഒരു റെഗുലർ വിയർ സ്റ്റൈലിലും അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ടോപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒരു കൈൻഡ് ഓഫ് ജോമെട്രിക്കൽ സ്റ്റൈലിലുള്ള ഒരു പ്രിന്റഡ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റൈൽ ഓഫ് നെക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനത്തെ വേണേലും അതിൻ്റെ നിങ്ങൾ സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കാണാനും വളരെ പിടിക്കാനും ഇടാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ദുപ്പട്ട ഇതുപോലെ ഫുള്ളി ഹെവി ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ചെയ്തേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ട വിത്ത് എൻഡ്സിൽ നല്ല ഹെവി ആയിട്ടുണ്ടോ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പക്ക ഒലിവ് അല്ല, എന്നാലും ഒരു ഒലിവിൻ്റെ ഒക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോട്ടം സാൻഡൂണും. ആൻഡ് ഇത് ഗ്രീൻ്റെ ടോൺ ആണ്, ഒലിവ് ഗ്രീൻ്റെ പോലത്തെ ഒരു ഷെയ്ഡാണ്. വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. ബ്ലൂ അല്ല, ഗ്രീൻ്റെ ടൈപ്പ് ഒരു ഷെയ്ഡാണ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. നമ്മുടെ ഒരു സിമന്റ് ഗ്രേയുടെ ഡാർക്ക് ഒന്നും അല്ല, ഒരു മെർക്കുറി ഷെയ്ഡ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ടൈപ്പ് ഒരു ഷെയ്ഡാണ്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ഫുൾ ഇതുപോലെ ഒരു സ്ക്വയറിൻ്റെ അകത്ത് ഒന്ന് ഹൊറിസോണ്ടൽ സ്റ്റൈലിൽ ആ ഒരു ലൈൻ പോയേക്കുന്നു, പിന്നെ വെർട്ടിക്കൽ സ്റ്റൈലിൽ പോയേക്കുന്നു. അങ്ങനെ ഫുൾ ആ ഒരു പാറ്റേണിലാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുത്തേക്കുന്നു. ദുപ്പട്ട ഫുൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ദുപ്പട്ട പാറ്റേൺസ് ഉണ്ടോ. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ്, ഹെവി ഫ്ലോറൽസ് വന്നിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട വിത്ത് ഹെവി ടാസിൽസ് ആണ്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലും. റേറ്റ് 1140 വിത്ത് ഫ്രീ ഷിപ്പ്. അടുത്ത ഗ്രീൻ്റെ തന്നെ ടോൺ ആണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ, അതായത് ഒരു ബോട്ടിൽ ഗ്രീൻ അല്ല, അത്രയും ഡാർക്ക് അല്ല, ചൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടത് ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ആണ്. ഇതുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട കുറച്ചുകൂടെ ഡിഫറൻസ് ആണ്. ഇത് കണ്ടാൽ നമ്മുടെ കാന്ത സ്റ്റൈലിൽ വരുന്ന പോലത്തെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഉണ്ടോ, ഒത്തിരി മൾട്ടി കളർഡ് ഫ്ലോറൽ പാറ്റേൺ ആണ് ഈ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. വിത്ത് എൻഡ്സിൽ ഹെവി ടാസിൽസ് ഉണ്ട്. ടോൺ ടു ടോൺ ചാർട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഒരു ക്യാരറ്റ് ഓറഞ്ച് ടോൺ സാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഒരു ഡെയിലി വിയർ സ്റ്റൈലിലോ ഓർ പ്രസന്റ് ചെയ്യാനോ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. ഇതും കുറച്ചും കൂടി ഒരു കാന്ത മോഡലിലുള്ളതുണ്ടോ, മൾട്ടി കളർഡ് ഹെവി മൾട്ടി കളേർഡ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കോമ്പിനേഷൻസ് ഇതിലുണ്ട്. ഈ ലാസ്റ്റ് കണ്ട 2 ദുപ്പട്ടയും കുറച്ചുകൂടെ ഹെവി ആയിട്ട് വരുന്ന ഫ്ലോറൽസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വിത്ത് എൻഡ്സിൽ ടാസിൽസ് ഉണ്ട്. അപ്പോൾ ഈ 4 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ. റേറ്റ് സെയിം. സെമി മൊഡാൽ ഫാബ്രിക്കിലാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്